പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലെ ഇന്നത്തെ യാത്രയിലെ നിങ്ങളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ. നിങ്ങളുടെ യാത്ര, ജോലി, താമസം, ഭക്ഷണം, ആരോഗ്യം എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ ശക്തി നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഇടപെടുന്ന വ്യക്തികളിൽ കർത്താവിൻ്റെ ശക്തി നിറയട്ടെ. നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തികളിൽ കർത്താവിൻ്റെ ശക്തി നിറയട്ടെ. നിങ്ങളുടെ എഴുത്തുകൾ, നിങ്ങളുടെ ആലോചനകൾ, നിങ്ങളുടെ തീരുമാനങ്ങൾ, നിങ്ങളുടെ കയ്യൊപ്പുകൾ എല്ലാം പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കാത്തിരിക്കുന്ന ഡേറ്റുകൾ, പോകാൻ പോകുന്ന സ്ഥലങ്ങളിലേക്ക് കർത്താവിൻ്റെ ചൈതന്യം നിങ്ങൾക്ക് മുമ്പേ സഞ്ചരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവെ, തടസ്സമുള്ള സ്ഥലങ്ങൾ, മറ്റുള്ള വ്യക്തികൾ മനഃപൂർവ്വം നമ്മൾക്കത് കിട്ടരുത്, ലഭിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എതിർ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ, അവരെ നീ ശാന്തരാക്കണമേ, സമരസപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, രോഗ ഡയഗ്നോസിനായിട്ട് പോകുന്നവരെ നീ ആശീർവദിക്കണം. കർത്താവെ, ഒത്തിരി മരുന്നുകളൊക്കെ കഴിക്കാതെ ഒറ്റ ഡയഗ്നോസിസ് തന്നെ രോഗം പിടികിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡോക്ടർമാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിക്കുന്ന മരുന്ന് ശരീരത്തിൽ പിടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വസ്തു വിൽക്കാനുള്ളവർ, വസ്തു വാങ്ങാനുള്ളവർ, വീട് വെക്കാനുള്ളവർ, അപേക്ഷ കൊടുക്കാനുള്ളവർ, സർട്ടിഫിക്കറ്റ് പ്രതീക്ഷിക്കുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, റീവാലുവേഷന് കൊടുത്തവർ, രേഖകൾ നഷ്ടപ്പെട്ടവർ, വസ്തുക്കൾ അന്യൻ്റെ കയ്യിലാകപ്പെട്ടവർ, പണം അന്യൻ്റെ കയ്യിലാകപ്പെട്ടവർ, അത് തിരിച്ചു കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം കർത്താവ് അടയാളം നൽകട്ടെ. നിൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപ നിന്നെ പ്രവർത്തിക്കട്ടെ. നിൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപ നിന്നെ പ്രവർത്തിക്കട്ടെ. നിൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപ നിന്നെ പ്രവർത്തിക്കട്ടെ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതായത് പ്രഖ്യാപിതമായ ഒരു അടിസ്ഥാന പ്രമാണമാണ്, അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാന പ്രമാണം. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. സൈന്യത്താലേ അല്ല, ശക്തിയാലേ അല്ല, കർത്താവിൻ്റെ ആത്മാവിനാൽ. ഇതാണ് നമ്മുടെ ഉടമ്പടിയുടെ അടിത്തറ എന്ന് പറയുന്നത്. എപ്പോഴാണ് ഒരു മനുഷ്യൻ ഉടമ്പടി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വിഷയം മെറിറ്റിൽ നിന്ന് വഴുതി പോകുമ്പോൾ ദൈവത്തിൻ്റെ കരുണയിൽ മാത്രം ആസ്പദം വെക്കേണ്ട വസ്തുക്കളെയാണ് നമ്മൾ ഉടമ്പടിക്ക് വിഷയമാക്കേണ്ടത്. കാരണം നമ്മൾ പരിശ്രമിച്ചു. അപ്പോസ്തലന്മാർ പറയത്തില്ലേ, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. ലുക്കാ 5:5. ശിമയോൻ പറഞ്ഞു, ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. എന്തൊരു ഡബിൾ ട്രാജഡിയാണ്. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെന്നാണ്. രണ്ട് ഡബിൾ നെഗറ്റീവ് കയറി വന്നിരിക്കുകയാണ്. അപ്പൊ അതിനുള്ള ഈ ഡബിൾ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാൻ എന്താ മാർഗം? എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. അതാ, അപ്പൊ പറഞ്ഞതനുസരിച്ച്, അതാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക. അപ്പൊ ഉടമ്പടിയുടെ അന്തസ്സത്ത അതാണ്. കാര്യം, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ വരുമ്പോൾ, പരിശ്രമിച്ച് പരാജയപ്പെടുമ്പോൾ മനുഷ്യൻ്റെ ലാസ്റ്റ് ഓപ്ഷനാണ് ഉടമ്പടി. എന്താണ്? നീ പറഞ്ഞതനുസരിച്ച്. നമ്മുടെ ജീവിതത്തിൽ ഈ ഇപ്പോൾ ആൾക്കാർ പറയത്തില്ല, കുറേ കഷ്ടപ്പാട്, കുറേ വിഷമങ്ങളൊക്കെ, രോഗങ്ങളായി മാറുന്നില്ല, കടങ്ങളായി, വഴക്കായി, സമാധാനം ഇല്ല എന്നവർ ധ്യാനത്തിന് പോയേക്കാന്ന് പറയത്തില്ലേ? പോയിച്ച് പറയുമ്പോൾ എല്ലാം ശരിയാവെന്ന് പറയില്ല. അതെന്താ ശരിക്കും പോയാൽ ഇതാണ്, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്തപ്പോൾ, സമാധാനം ഇല്ലാത്തപ്പോൾ ജനങ്ങളെ ദൈവത്തെങ്കിലേക്ക് പിരിയും ചെയ്യും. ഇപ്പോൾ കർത്താവിലേക്ക് തിരിയുമ്പോൾ വരുന്ന വിഷയം എന്ന് പറയണത്, അവൻ പറയണത് പോലെ കേൾക്കാൻ ആൾക്കാർ ധ്യാനത്തിന് പോണൊരു പകുതി മുക്കാലും. പക്ഷെ ഉടമ്പടിയിൽ അങ്ങനെയല്ല. അവൻ പറയണ കേൾക്കുകയല്ല. കേൾക്കുക എന്ന് വെച്ചാൽ ഇവിടെ ചെയ്യുക എന്ന അർത്ഥം. കേൾക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ, അതായത് നീ എത്ര 1000 വചനം കേട്ടോ എന്നല്ല പ്രശ്നം. അതിൽ 5 വചനമാണ് നടപ്പിൽ വരുത്തിയെങ്കിൽ 5-ന് 1000-ൻ്റെ വിലയാണ് വേണ്ടത്. അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ജീവിതം തളർന്നു പോയോ, ജീവിതം തകർന്നു പോയോ, അടുത്ത ഓപ്ഷൻ എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുക. നീ പറഞ്ഞ അനുസരിച്ച് കൊണ്ട് വലയിറക്കുക. പിന്നെ ജീവിതം അങ്ങനെ പരാജയപ്പെട്ടു എന്ന് കണ്ടാൽ ഡിക്ലെയർ ചെയ്യണം. പരാജയപ്പെട്ടുവെന്ന് ഡിക്ലറേഷൻ ഭയങ്കര സംഭവമാണ്. എല്ലാവരുടെയും പ്രശ്നം ഡിക്ലെയർ ചെയ്യത്തില്ല. അവർ അഹങ്കാരമുള്ളത് കൊണ്ടും ദൈവത്തിനെ ആശ്രയിക്കുന്ന പോരായ്മയെ കരുതണ കൊണ്ടാണ് ആൾക്കാർ ഡിക്ലെയർ ചെയ്യാത്തത്. ആ 38 വർഷം രോഗിയായി കിടന്ന ആളല്ലേ, അയാൾ ഡിക്ലെയർ ചെയ്യണം, കണ്ടിട്ടില്ലേ? യോഹന്നാൻ 5:7 അവൻ പറഞ്ഞു, യോഹന്നാൻ 5:7 അവൻ പറഞ്ഞു, കർത്താവേ വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഡിക്ലെയർ ചെയ്തു. എന്താണ്? നോബഡി ടു ഹെൽപ്പ് മീ എക്സെപ്റ്റ് ജീസസ്. അത് ഡിക്ലെയർ ചെയ്ത്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മസിൽ പവർ, മണി പവർ, അങ്ങനെ പല പവറില്ലേ, പല പവർ കൊണ്ട് നമുക്ക് നടക്കാതെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്
ഡിക്ലെയർ ചെയ്യണം. അല്ല പിന്നെ അവിടെയും പറഞ്ഞുകൊണ്ട് താൻ ബാധി ദൈവം ബാധി എന്ന് പറയരുത്. കാര്യം ചില സമയത്ത് ജീവിതം ഫുൾ ആൻഡ് ഫുൾ ദൈവം തന്നെയായിരിക്കും. അല്ല ചിലപ്പോൾ നമ്മൾ 50% നമ്മളും 50% ദൈവം എന്ന് പറയരുത്. ഡിക്ലെയർ ചെയ്യണം. ഐ ആം സീറോ എന്ന് പറഞ്ഞിട്ട് കർത്താവേ നീ ഈ വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ ഇനി എൻ്റെ ജീവിതം മുന്നോട്ട് പോകത്തില്ല എന്നാണ്. അത് ഭയങ്കരമായ ഒരു ഈ പത്രോസൻ ഡിക്ലെയർ ചെയ്യുകയാണ് ചെയ്യണത്. രാത്രി മുഴുവൻ പണിപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. അത് ഞങ്ങളുടെ കഴിവുകേടാകാം. ചിലപ്പോൾ ആൾക്കാർ പറഞ്ഞ പോലെ കാലക്കേട് വരേണ്ട കാര്യമില്ല ഇവിടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പകല് പണിയില്ലാഞ്ഞിട്ടാണ് ആൾക്കാർ രാത്രി പണിക്ക് പോണത്. പകല് നല്ല ചൂടും ഒക്കെ ആണെങ്കിൽ മത്സ്യം വെള്ളം ചൂടാകുമ്പോൾ മത്സ്യം താഴ്ന്നു നിൽക്കേ ഉള്ളു. അപ്പം പക്ഷേ താഴ്ന്നു നിൽക്കണ കാരണം നല്ലവണ്ണം കല്ലുകൾ കെട്ടി വെയിറ്റ് കെട്ടി ആൾക്കാർ താഴ്ന്നു പോണ വലകളാണ് ആ വെയിലുള്ളപ്പം ചെയ്യണത്. അങ്ങനെ കല്ല് കെട്ടി താഴ്ത്തി വല ഇട്ട് ആൾക്കാരിങ്ങനെ ട്രോൾ ചെയ്തിട്ട് പോലും ഒന്നും കിട്ടില്ലെന്ന് പറയുമ്പോൾ മത്സ്യങ്ങളില്ലെന്ന് അർത്ഥം കടലിൽ. അതുകൊണ്ട് ഇവർ രാത്രി കെട്ടുമായിരിക്കും. വെള്ളം തണുക്കുമ്പോൾ മത്സ്യം ഓളി വന്ന് പൊങ്ങുമായിരിക്കും എന്നൊക്കെ അതിന് രാത്രി പോയി. അപ്പോഴതൊന്നും അല്ല പ്രശ്നം. മത്സ്യം ഉണ്ടെങ്കിലല്ലേ പൊങ്ങി വരത്തുള്ളൂ. അപ്പം സീറോ ഫിഷിങ് അവിടെ വരണത്. അപ്പോഴെന്നാ പറ്റും? നമ്മൾക്ക് ഒരാൾ സഹായിക്കാനില്ല, വായ്പ തരാൻ ആരുമില്ല, നമ്മളെ സഹായിക്കാനും ആളുമില്ല, സാധ്യതയില്ലെന്ന് പറയുമ്പോൾ പിന്നെ ഉള്ള സാധ്യത എന്താണ്? ദൈവമാണ്. ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ കക്ഷി ചേർക്കുന്നതിനാണ് ഉടമ്പടി എന്ന് പറയണത്. അതെപ്പോഴും നമ്മൾ നോക്കിയാൽ മനസ്സിലാകും. ഈ ഉടമ്പടി ഫോർമുല ഈ പിതാക്കന്മാരും പ്രവാചകന്മാരും ന്യായാധിപന്മാരും ദൈവത്തിൻ്റെ ആൾക്കാരെല്ലാം ബേസിക്കായിട്ട് ആരാണ്? ഹൂ ആർ ദേ? അവരാരായിരുന്നു ശരിക്കും പറഞ്ഞാൽ? പ്രവാചകന്മാർ. ദേ വേർ ദ കവനന്റ് മെൻ ഓഫ് കവനൻസ്. പ്രോഫറ്റ്സ് ആരാണ് അവർ ശരിക്കും പറഞ്ഞാൽ? മെൻ ഓഫ് കവനൻസ്. ജഡ്ജസ് ആരാണ് അവർ? മെൻ ഓഫ് കവനൻസ്. ഇവരെല്ലാം ബേസിക്കായിട്ട് ദൈവത്തിൻ്റെ വചനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ജീവിതം ക്രമീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അടിസ്ഥാനപ്പെടുത്തി ജീവിതം മുന്നോട്ട് വരികയാണെങ്കിൽ ആ ദൈവത്തിൻ്റെ വചനം തന്നെ ബുക്ക് ഓഫ് കവനൻ്റാണ്. കർത്താവിൻ്റെ വചനത്തിന് പണ്ടൊക്കെ വിളിച്ചിരുന്നതിൻ്റെ പേരെന്താണ്? ഉടമ്പടിയുടെ പുസ്തകം എന്നാണ്. ജീവിത പ്രതിസന്ധികളിൽ നമ്മൾ ഒറ്റയായി പോകും. അപ്പോഴെന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ കൈ ഉയർത്തി ഡിക്ലെയർ ചെയ്യണം. എന്താണ്? കർത്താവേ, എൻ്റെ കഴിവ് കഴിഞ്ഞു, ഇനി നിൻ്റെ കൃപയില്ല ഞാൻ ആശ്രയിക്കണം എന്ന് പറഞ്ഞു നോക്കിയിട്ട് വചനം അനുസരിച്ചും ജീവിച്ചു നോക്കിയേ, വിവരം അറിയും. താങ്ക് യു. Praise the Lord. Praise the Lord. Praise the Lord. വചനം കേൾക്കാതിരിക്കുമ്പോൾ എപ്പോഴും സന്തോഷത്തിലിരിക്കുക, പ്രത്യാശ ഉണ്ടാകണം. ഇവിടെ വചനം കേട്ട് കഴിയുമ്പോൾ കൃപാസനത്തിരുന്ന് പോകുമ്പോൾ ഞാൻ സന്തോഷത്തോടെ പോവും. എൻ്റെ കുറവുകളെല്ലാം മാറും. ഇതെല്ലാം എപ്പോഴും ഒരു ബോധ്യമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എപ്പോഴും ഞാൻ പറയാറുണ്ട്, ബോധ്യമാണ് അനുഭവമായിട്ട് നമുക്ക് മാറുന്നത്. നമ്മൾ ബോധ്യം ഉണ്ടാകണം. ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാകണം. അത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് അവരുടെ റിസൾട്ട് എപ്പോഴും വിജയമായിരിക്കും, ഉയർച്ചയായിരിക്കും. അതിലൊരു സംശയം വേണ്ട. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, ഞങ്ങൾ പ്രാർത്ഥനയിലുള്ളപ്പോഴും ചില സമയത്ത് നമുക്ക് സഹനങ്ങൾ അനുഭവപ്പെടും. അത് താൽക്കാലികമാണ്. ഇതെല്ലാം സന്തോഷമായിട്ട് മാറും.
പക്ഷെ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അതൊരു പരീക്ഷയാണ്. പലവരിക്കും പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ സഹനം ദൈവവിളിയാണ്, ദൈവ അനുഗ്രഹം തരാൻ വേണ്ടിയിട്ടുള്ള വിളിയാണ്. അത് ബോധ്യമില്ലാതെ മാറിക്കളയും. അപ്പോൾ പുറമേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പലവരും ലോകത്തെ സ്നേഹിക്കും. ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്നതിൻ്റെ കാരണം ലോകത്തെ സ്നേഹിക്കുമ്പോഴാണ്. ദൂതപുത്രന് സംഭവിച്ചത് ഇത് തന്നെയാണ്. അവൻ ലോകത്തെ സ്നേഹിച്ച് പിതാവിൻ്റെ കൂടെ, അപ്പൻ്റെ കൂടെ ഉള്ളത് മറന്നിട്ട് അവൻ വിചാരിച്ച് ഇതിനേക്കാളും സുഖം പുറത്തേക്ക് പോകുന്നതാണ്, അപ്പനെ വിട്ട് പോകുന്നതാണ്. അപ്പൻ്റെ ചൂട് വിട്ട് മാറുമ്പോഴത്തേക്കും നമുക്ക് ദുരിതം പിടികൂടും. ഒരു കാര്യം മനസ്സിലാക്കണം, എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ടത് ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണ്. പ്രഭാഷകൻ 2-ാം അധ്യായം 3 പറയുകയാണ്, എല്ലാ സാഹചര്യത്തിലും ദൈവത്തോട് ചേർന്ന് നിൽക്കണം. എന്ത് തന്നെ നിൻ്റെ പ്രശ്നമാണെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം, കൊന്തുചൊല്ലാൻ പറ്റണം, ബൈബിൾ വായിക്കാൻ പറ്റണം. പറ്റുമെങ്കിൽ ഇല്ല, ദിവസവും തന്നെ കുർബാനയ്ക്ക് പോകണം. എപ്പോഴൊക്കെ ആരാധനയ്ക്ക് പോകാൻ പറ്റുമോ ആരാധന കൂടണം. അങ്ങനെ വരുമ്പോൾ എൻ്റെ അനുഭവം വെച്ച് പറയുക, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഏത് സഹനമാണോ അത് നിങ്ങൾക്ക് നന്മയ്ക്കായി മാറും. അത് സന്തോഷമായിരിക്കും അവസാനം. അത് ആ ഒരു ബോധ്യം എപ്പോഴും ഉണ്ടാകണം. ദൂതപുത്രൻ അപ്പനെ വിട്ടു പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ കയ്യിലുള്ളതെല്ലാം, താൽക്കാലികമായിട്ടുള്ളതെല്ലാം, നമുക്ക് പലപ്പോഴും തോന്നും പ്രാർത്ഥനയില്ലെങ്കിലും ഇപ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന്. പലവരെയും നമ്മൾ നോക്കും, അവരൊന്നും പ്രാർത്ഥനയിലില്ല, അവരൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്, വലിയ കച്ചവടമൊക്കെ ഉണ്ട്, അവർക്കൊന്നും വലിയ പ്രശ്നവുമില്ല. പക്ഷെ അതൊക്കെ താൽക്കാലികമാണ്. ദൂതപുത്രനും അങ്ങനെ മൂത്ത മകനേക്കാളും അവൻ്റെ കയ്യിൽ പൈസയായി, അവൻ്റെ പങ്കും വാങ്ങിച്ച് അവൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇളയവൻ്റെ കയ്യിൽ കുറേ കാശുമുണ്ട്, മൂത്തവൻ്റെ കയ്യിൽ പൈസയില്ല. പക്ഷേ ഇളയ മകൻ അപ്പനെ വിട്ട് ദൂരെ പോയി കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞ് അവനിക്ക് ദുരിതമായി, ഉള്ളതെല്ലാം പോയി. മൂത്ത മകൻ അവിടെ തന്നെ ഇരിക്കുക. അത് അപ്പൻ അവനോട് പറയുകയും ചെയ്ത് ലൂക്കാ 15:31, എനിക്കുള്ളതൊക്കെ നിനക്കുള്ളതാ, നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാ. പ്രൈസ് ദി ലോർഡ്. ഇത് വാഗ്ദാനമാണ്. ദൈവത്തിന് സകലത്തിൻ്റെ അധികാരവും ദൈവത്തിൻ്റെ കയ്യിലാണ്. നീ ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ അത് നിനക്കുള്ളതാണ്. അപ്പോൾ നമുക്ക് തോന്നും, നമ്മൾ പലപ്പോഴും നമുക്ക് എന്തെങ്കിലും ദുരിതം ഉണ്ടെങ്കിൽ ഒന്ന് വിചാരിച്ചാൽ മതി. ആ ദൂതപുത്രനും ഇതേപോലെ ദുരിതം ഉണ്ടായി, അവൻ്റെ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ട് അവനിക്ക് ന്യായമായിട്ട് കിട്ടാനുള്ളത് ഭക്ഷണം പോലും നിഷേധിക്കപ്പെട്ട്, പന്നിക്ക് കൊടുക്കണമെന്ന ഭക്ഷണം പോലും അവനിക്ക് കിട്ടാതെയായി. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമുക്ക് ന്യായമായിട്ട് കിട്ടാനുള്ളത് നിഷേധിക്കപ്പെടും. നമ്മൾ വിചാരിക്കും ഇതുപോലെ നമുക്ക് കിട്ടണില്ലല്ലോ, ഇതൊക്കെ ന്യായമായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആവശ്യമുള്ളതാണ്. 3 നേരം ഭക്ഷണം വേണം, ഭർത്താവിൻ്റെ സ്നേഹം വേണം, മക്കൾ നല്ലപോലും പഠിക്കണം. സാമാന്യമായിട്ട് പഠിച്ചാൽ മതി, മക്കളൊന്നും ഇപ്പോൾ അനുസരണ പോലും ഇല്ല. ഞാൻ ഇത്രയും പ്രാർത്ഥിക്കേണ്ട. പ്രൈസ് ദി ലോർഡ്. ഒരു ഭവനവും ഇല്ല ഇത്രയും കാലമായിട്ട്. ന്യായമായിട്ട് എനിക്കൊരു ചെറിയ ഭവനമെങ്കിലും കിട്ടണ്ടേ. അതെല്ലാം ചില സമയത്ത് നമുക്ക് തോന്നും
ന്യായം പോലും എനിക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുക. ആ ദൂതപുത്രനും എല്ലാം നഷ്ടപ്പെട്ടാലും ഒരു നേരം ഭക്ഷണം കിട്ടേണ്ടിയായിരുന്നു. അതുപോലും നിഷേധിക്കപ്പെട്ട്, ആ നിഷേധിക്കപ്പെടുന്നതിൻ്റെ അർത്ഥം എന്തായിരുന്നു വെച്ചാൽ അത് ദൈവ വിളിയ. അവനിക്ക് അപ്പോഴാണ് അപ്പൻ്റെ ഓർമ്മ വന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കും ന്യായമായിട്ട് പലതും നിഷേധിക്കപ്പെടുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമ്മളെ അപ്പനെക്കുറിച്ചാണ്, പിതാവിനെക്കുറിച്ചാണ്, അമ്മയെക്കുറിച്ചാണ് ഓർക്കേണ്ടത്. എൻ്റെ അപ്പൻ്റെ കയ്യിലെല്ലാം ഉണ്ട്. കുരിശിൽ വെച്ച് എൻ്റെ അപ്പൻ എൻ്റെ അമ്മയുടെ കയ്യിലെല്ലാം കൊടുത്തിട്ടുണ്ട്. എനിക്ക് തിരിച്ചു വരാനുള്ള സമയമായി. എനിക്ക് തിരിച്ചു വരണം. അതൊരു വിളിയാണ്. നീ അപ്പോഴാണ് കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്, അപ്പോഴാണ് കൂടുതൽ അനുദപിക്കേണ്ടത്. ദൂതപുത്രൻ വന്ന് അനുദപിച്ച ഞാൻ നിനക്കെതിരെയും സ്വർഗത്തിനെതിരെയും പാപം ചെയ്തു പോയി. പ്രൈസ് ദി ലോർഡ്. അതെപ്പോഴും പറയാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. അനുദപിക്കണം. ആ സമയത്ത് എളിമപ്പെടണം. നിനക്ക് ന്യായങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ നീ അവിടെ വഴക്കുണ്ടാക്കിയല്ല വേണ്ടിയത്, പേടിക്കുകയല്ല വേണ്ടിയത്, കരയുകയല്ല വേണ്ടിയത്. പലരും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കും. അതില്ല വേണ്ടിയത്. നമുക്ക് നമ്മളെ അപ്പനെക്കുറിച്ചുള്ള ബോധ്യമാണ് വേണ്ടിയത്. നമ്മളെ പിതാവിനെക്കുറിച്ചുള്ള ഒരു ബോധ്യമാണ് വേണ്ടത്. എൻ്റെ പിതാവിൻ്റെ അടുത്ത് എല്ലാം ഉണ്ട്. എൻ്റെ പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. ഞാൻ തിരിച്ച് എൻ്റെ പിതാവിൻ്റെ അടുത്ത് പോകണം, അനുദപിക്കണം. അതൊരു വിളിയാണ്. ഇതൊക്കെ ഞാൻ വെറുതെ ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ട് അങ്ങോട്ട് പറയില്ല. ഇത് കുറേ പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഇന്ന് ഞാൻ കുറേ പോയിൻറ്റ്സൊക്കെ എഴുതി കൊണ്ടുവരും ഇങ്ങോട്ട്. അപ്പോൾ ട്രെയിനിലാണ് വന്നത്. 2:45 നല്ല ജലദോഷവും ചുമയും വന്നത്. അപ്പോൾ ഉണർന്നു. നല്ല ക്ഷീണമാണ്. ഇന്നലെ രാത്രി 12 മണിക്ക് കയറിയ. എന്നിട്ട് അവിടെ നിന്ന് കൊന്തുമില്ലേ. അപ്പോൾ ഇപ്പോൾ ലൈവ് പോകുന്നതുകൊണ്ട് എന്തെങ്കിലും ഇത് പറയുമ്പോഴത്തേക്കും ഓൾറെഡി പറഞ്ഞു പോയതാണ് എന്നൊക്കെ ഭയങ്കര ടെൻഷനാണ്. എല്ലാ മാസവും കഴിഞ്ഞ മാസം പറഞ്ഞത് തന്നെ പറഞ്ഞാൽ റിപ്പീറ്റായി പോകാമെന്നൊക്കെ ഭയങ്കര ടെൻഷനാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ എപ്പോഴും അച്ഛൻ പറയും, ഞാൻ പലപ്പോഴും അച്ഛനോട് പറയും, അച്ഛോ എനിക്ക് സംസാരിക്കാൻ അറിയില്ല ആദ്യമൊക്കെ. അപ്പോൾ അച്ഛൻ പറയും, നീയാണോ സംസാരിക്കാൻ പോകുന്നതെന്ന് ജോസഫ് അച്ഛൻ പറയും. സംസാരിക്കണമെന്ന് പരിശുദ്ധാത്മാവല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും, ഇപ്പോൾ കുർബാനയുടെ സമയത്ത് കുർബാനയിൽ അച്ഛൻ പറയണ്ടായി പ്രസംഗിക്കുമ്പോഴത്തേക്കും കൃപാസന മാതാവിനെക്കുറിച്ച്, പണ്ടത്തെ കൃപാസനം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തിയ, ഞാൻ 2003 ഇവിടെ കൃപാസനത്തിലേക്ക് വരുന്നത് ഇവിടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ന്യായമായിട്ട് കിട്ടാനുള്ളത് നിഷേധിക്കപ്പെടുമ്പോൾ അത് ദൈവ വിളിയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വിളിക്കുന്നത് രീതിയാണ് ദൈവത്തിൻ്റെ. അത് മനസ്സിലാക്കണം. അതെപ്പോഴും ഇപ്പോൾ ഈ കൂട്ടത്തിലുള്ളവർക്ക് പലവർക്കും പല പ്രശ്നങ്ങളും, ഞാൻ ഇത്രയും പ്രാർത്ഥിക്കേണ്ടല്ലോ, ഞാനിപ്പോൾ ഇവിടെ വരെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി കൂടി ചില കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ ഇതുവരെ. ചിലത് കിട്ടി, ചിലത് കിട്ടിയിട്ടില്ല. പലരും കൗൺസിലിങ്ങിൽ അങ്ങനെ കേൾക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് ന്യായമായിട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ളത് നിഷേധിക്കപ്പെടുമ്പോൾ വിചാരിച്ചാൽ മതി, അതിൽ കൂടുതൽ ദൈവം തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, നാശത്തിന് വേണ്ടിയിട്ടില്ല. ജെറമ്യാ 29:11. അത് അനുവദിച്ചു കൊടുക്കണം. അപ്പം ചെയ്യേണ്ടത് ദൈവവിളിയെ മനസ്സിലാക്കണം. ദൈവം വിളിച്ചുകൊണ്ടിരിക്കുക. കുറച്ചുകൂടി നീ അടുക്കണം, എന്നോട് അടുത്ത് വരണം. ദൈവത്തോട് അടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തെ ആര് സ്നേഹിക്കുന്നോ, യാക്കോബ് 4:4, ലോകത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ ശത്രുവാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ നിന്ന് അകന്നു പോവും. ശത്രുക്കൾ എപ്പോഴും അകന്ന് നിൽക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് വരണം.
ദൈവത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കൈ ലോകത്തും പിടിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് വരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു കൈ വിട്ടു കൊടുക്കണം. നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. ട്രെയിൻ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ട്രെയിനിൻ്റെ പിടി വിടണം. പ്രൈസ് ദി ലോർഡ്. ട്രെയിനിൽ പിടിയും വെച്ചുകൊണ്ട് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ താഴെ വീഴും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ലോകത്തിരുന്ന് നീ പിടി വിടണം. ലോകത്തിലുള്ള അടിമത്വത്തിലിരുന്ന് നിൻ്റെ പിടി അങ്ങോട്ട് വിടണം. പ്രൈസ് ദി ലോർഡ്. അതെങ്ങനെയാണ് പിടി വിടാൻ പറ്റുക? എളിമപ്പെടണം. നിന്നെ തന്നെ ചെറുതാക്കണം. ഞാൻ ചെറുതാണ് ദൈവമേ, എനിക്ക് നീ മാത്രം മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. നമുക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലോകത്തെങ്ങനെ പിടിച്ചു വച്ചേക്കും, എനിക്കിതെല്ലാം വേണം, എനിക്കിതൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അതിലേക്കായിരിക്കും നമ്മളെ പിടി. അപ്പോൾ ലോകത്തിന് സ്നേഹമാണ്, ലോകത്തോട് സ്നേഹമാണ്, ദൈവത്തോടില്ല. ദൈവത്തോട് എന്തിനാ സ്നേഹമെന്ന് വെച്ചാൽ ഈ ലോകത്തിന് ഉള്ളതെല്ലാം കിട്ടണം, അതിനു വേണ്ടി ഒന്ന് ദൈവം കൂടെ ഉണ്ടായാൽ മതി എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ലോകത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തിൻ്റെ ശത്രുവാണ്. യാക്കോബ് 4:4 അതാ പറയുന്നത്. അപ്പം നിനക്ക് എന്തെങ്കിലും ന്യായമായിട്ട് കിട്ടാനുള്ളത് നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ദൈവവിളിയായിട്ട് തന്നെ കാണണം. ദൈവം നിന്നെക്കുറിച്ച് വലിയൊരു പദ്ധതി വെച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ലോകത്തിൻ്റെ പിടി നീ വിട്ടുകൊടുക്കണം. ഇത് വേണ്ട, എനിക്ക് ഇതിനേക്കാളും എനിക്ക് ഭവനമാണ്, അതിനേക്കാളും വലുത് എനിക്ക് എൻ്റെ ദൈവമാണ്, എൻ്റെ മകൻ്റെ പഠിത്തമാണ്, അതിനേക്കാളും വലുത് എനിക്ക് ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് വരേണ്ടത്. മക്കളുടെ കല്യാണം, മക്കളെ അനുസരിക്കണില്ല, ഭർത്താവ് മദ്യപാന്, ജോലി, വരുമാനം ഇല്ല, അതിനേക്കാളൊക്കെ വലുത് എൻ്റെ ദൈവമാണ് എന്ന് പറഞ്ഞ് ദൈവത്തിലേക്ക് വരണം. അതെങ്ങനെയാണ് വരേണ്ടത്? എളിമപ്പെട്ടുകൊണ്ട് ദൂതപുത്രം വന്നതുപോലെ തന്നെ വരണം, തിരിച്ചു വരണം. ഞാൻ നിനക്കെതിരെയും സ്വർഗത്തിനെതിരെയും പാപം ചെയ്തു പോയി ദൈവമേ, എനിക്ക് നീ മതി. ഇത്രയും ദിവസം ഞാൻ ലോകത്തിൻ്റെ പുറകിലാണ് പോയത്. പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവത്തിൻ്റെ രീതി വലിയ രീതിയാണ്. അമ്മ മാതാവ് ഇതൊക്കെ, അമ്മയുടെ സ്വഭാവം ഞാൻ കുറേയൊക്കെ ഞാൻ നല്ലപോലും പഠിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ചെറിയ നമ്മളെ വിഷമം പോലും മനസ്സിലാവും. ആ രീതിയാണ് അമ്മയുടെ. നമ്മളെ ഈ ലോകത്തെ അമ്മയെക്കാളും ഭയങ്കരമായിട്ട് അമ്മ നോക്കുന്ന നമ്മളെ ചെറിയ ചെറിയ വിഷമങ്ങൾ അമ്മയ്ക്ക് മനസ്സിലാകും. അമ്മയ്ക്ക് അത് ഭയങ്കര വിഷമമാണ്. പക്ഷെ അത് പരീക്ഷയുടെ ഭാഗമാണ്, നമുക്കൊരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്, പരിശീലനമാണ് അത്. അതുകൊണ്ട് അമ്മ അത് അനുവദിച്ച് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അത് നീ സഹനത്തിൽ കൂടി നടന്നാൽ മാത്രമേ നിനക്ക് കൃപ കിട്ടുള്ളൂ, നീ എൻ്റെ അടുത്തേക്ക് വരുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തിന് ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ദൂതപുത്രൻ അപ്പനെ വിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൻ തിരിച്ചു പോയില്ല, അന്വേഷിക്കാൻ പോയില്ല. അപ്പൻ കാത്തിരുന്ന് എൻ്റെ മകൻ എൻ്റെ അടുത്ത് വരണമെന്ന് ആഗ്രഹത്തോടെ കാത്തിരുന്ന. ദൈവം ഇതുപോലെയാണ്. നമ്മ തന്നെയാണ് തിരിച്ച് ദൈവത്തിലേക്ക് പോകേണ്ടത്. നമ്മ അകന്നു കഴിഞ്ഞാൽ നമ്മ തന്നെ തിരിച്ചു വരണം. പ്രൈസ് ദി ലോർഡ്. ദൈവം വന്ന് കൈപിടിച്ച് നമ്മളെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരുമെന്നില്ല. ദൈവം ഒരു അടയാളങ്ങൾ ഇങ്ങനെ തരും, നിനക്ക് ന്യായമായിട്ട് കിട്ടാനുള്ളതൊക്കെ നിഷേധിക്കപ്പെടും. അപ്പം മനസ്സിലായിക്കോണം തിരിച്ച് ദൈവത്തിലേക്ക് വരണം. അനുദപിക്കുക. ക്രിസ്ത്യാനി അണികൾ 2 ആഴ്ച കൂടുമ്പോൾ അത് കൃപാസനത്തിൻ്റെ മെത്തേഡാണ്. 2 ആഴ്ചയിൽ നമ്മൾ കുമ്പസാരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ കോയമ്പത്തൂർ കൃപാസന മിഷനിലൊക്കെ അവിടെ വരുന്നവരോടെല്ലാം പറയുന്നത്, പറ്റുമെങ്കിൽ ദിവസം കുർബാനയ്ക്ക് പോകണം, ദിവസവും കുർബാന, 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണം, ദിവസവും 4 കൊന്ത +1 കുടുംബ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. 4 കൊന്ത ചൊല്ലുന്നത് നമുക്ക് പലപ്പോഴും അത് മാത്രം ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി. അത് ചിലപ്പോൾ ബസ്സിൽ പോകുമ്പോഴും കാത്തിരിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ചൊല്ലാം, ആരും അറിയാതെ നിങ്ങൾക്ക് ചൊല്ലാം. പ്രൈസ് ദി ലോർഡ്. ധ്യാനിച്ച് തന്നെ ചൊല്ലണം. കുറേ സമയം കിട്ടും. 4 കൊന്തയൊക്കെ. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഇത് പ്രാർത്ഥന മാത്രം ചെയ്താൽ മതി, ജോലിയൊന്നും ചെയ്യേണ്ടെന്ന് വെച്ചാൽ നമുക്ക് കളയണ കുറേ സമയങ്ങളുണ്ട്. ഇത് നിങ്ങൾ ജീവിതത്തിൽ അതൊരു ശീലമാക്കി മാറ്റിയെടുക്കുക. നിങ്ങൾ മാറിപ്പോവും, നിങ്ങളുടെ ജീവിത രീതി തന്നെ മാറും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയണത് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, ചിന്തിച്ചു നോക്കാൻ പറ്റില്ല. ദൈവം അതുപോലെ പ്രവർത്തിക്കും. നമ്മൾ
ചിന്തിക്കണേക്കാൾ അപ്പുറമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. എഫേസ്യർ 3:20 പറയുന്നതാ, ദൈവത്തിൻ്റെ പ്രവൃത്തിയൊന്നും നമുക്ക് ആലോചിച്ച് നോക്കാൻ പറ്റില്ല. അമ്മ മാതാവിൻ്റെ സ്നേഹമൊക്കെ അത് അനുഭവിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ, അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ ഒരു ചെറിയ അനുഭവം പറയാം. ഞാൻ 2003 ഇതുപോലെ തന്നെ എനിക്ക് വലിയ പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ. ബിസിനസ്സൊക്കെ മാതാവ് തന്ന്, പക്ഷെ അത് എനിക്കെതിരെ ബിസിനസ്സുള്ളവരും രാഷ്ട്രീയക്കാരും കുറേ വലിയ ഉദ്യോഗസ്ഥന്മാരും, അത് ഉദ്യോഗസ്ഥന്മാരെന്ന് വെച്ചാൽ വലിയ പോസ്റ്റിലുള്ളവരാണ്, അവരുടെ മുമ്പിൽ പോലും നിൽക്കാൻ പറ്റില്ല, അത്രയും അവരൊക്കെ എതിരായി. പ്രൈസ് ദി ലോർഡ്. എതിരായിട്ട് എനിക്കെതിരെ കള്ളക്കേസും കാര്യങ്ങളും. അതിൽ ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ വേറെ ഭയങ്കര സ്ട്രിക്റ്റാണ്. അങ്ങേര് ആര് പറഞ്ഞാലും കേൾക്കില്ല, ഒരാളെ ഉറപ്പിച്ച് കഴിഞ്ഞാൽ തീർത്ത് കളയും. പ്രൈസ് ദി ലോർഡ്. കേരളത്തിലെ ഏറ്റവും ഉന്നതത്തിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. അതിനായിട്ടൊക്കെ വഴക്കിട്ട് നമുക്ക് എതിരെ നിന്നൊന്നും ജയിക്കാൻ പറ്റില്ല, തനിച്ചൊന്നും. പ്രൈസ് ദി ലോർഡ്. അതുപോലത്തെ ഒരു സാഹചര്യമായി എനിക്കെതിരെ ഒരു 10-12 കേസ് അത് വാശിക്ക് പുറത്ത് ഇട്ടതാ. എങ്ങനെയും തീർക്കണമെന്ന് വെച്ചാൽ ഇട്ടത്. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് എനിക്ക് അന്ന് കൃപാസനം അറിയില്ല, 2003 കേട്ടിട്ടുണ്ട്, പക്ഷെ എവിടെയാണെന്നൊന്നും അറിയില്ല എനിക്ക്. ഞാൻ പോകുന്ന പള്ളിയുണ്ട്, 2 പള്ളിയാണ്. ഒന്ന് മാതാവിൻ്റെ മറവക്കാട് പള്ളിയും ഇനിയൊരെണ്ണം ഒരു ഗ്രോട്ടോ ഉണ്ട് മാതാവിൻ്റെ, മറ്റേ ഫോർട്ട് കൊച്ചിയിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ഒരെണ്ണമുണ്ട്, ഒരു ഗ്രോട്ടോ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ മറവക്കാട് പള്ളി ഇങ്ങനെ മുട്ടിപ്പേ നിന്ന് പ്രാർത്ഥിക്കുക. ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കുക ഈ പ്രശ്നത്തിലാണ്. അപ്പോൾ ഇതുപോലെ ന്യായങ്ങൾ നിഷേധിക്കപ്പെടുമ്പോഴും നമ്മൾ മുട്ടിപ്പേ നിൽക്കാൻ പഠിക്കണം. ആ സമയത്തും ദൈവത്തെ വിട്ടുപോകും പലവരും. ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ആണ് ഈ പ്രശ്നം, എനിക്കെതിരെ ഇത്രയും കേസും കാര്യവും ഒന്നുമില്ലെങ്കിൽ ഞാൻ ദിവസവും പ്രാർത്ഥിക്കണമല്ലേ. പക്ഷെ അന്നും കൊന്തയൊല്ലാം അറിയില്ല എനിക്ക്. കൊന്തയൊല്ലാനൊക്കെ ഇവിടെ വന്ന് അച്ഛൻ പഠിപ്പിച്ചതാണ്. 2003 മുട്ടിപ്പേ നിൽക്കാൻ അറിയാം, അത് മതി. പ്രൈസ് ദി ലോർഡ്. ഏത് സാഹചര്യത്തിലും കയ്യും പൊക്കാൻ പറ്റുമെങ്കിൽ, മുട്ടിപ്പേ നിൽക്കാൻ പറ്റുമെങ്കിൽ അത് മാത്രം മതി. അത് പഠിക്കണം. ദൈവത്തിന് മുമ്പിൽ സമയം കൊടുക്കണം. ഏത് സാഹചര്യത്തിലും ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ പഠിക്കണം, മുട്ടിപ്പേ നിൽക്കാൻ പഠിക്കണം. പിന്നെ അത് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ അവിടെ മുട്ടിപ്പേ നിന്നുകൊണ്ട് സങ്കടപ്പെടുകയോ ദൈവത്തോട് പറയുകയോ എന്തെങ്കിലും ചെയ്യുക, പക്ഷെ അത് ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. വീണ് കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ മുമ്പിൽ പോയി വീഴണം. പേടിക്കണമെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ പോയി പേടിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് കാര്യങ്ങളെ ഓർക്കാം. എനിക്കിതുപോലെ പ്രശ്നം വന്ന് എന്നെ അറസ്റ്റാകും, എന്നെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ സാഹചര്യത്തിലാണ്. അപ്പോൾ ദൈവത്തിന് അമ്മ മാതാവ് എനിക്ക് ന്യായമായിട്ട് കിട്ടാനുള്ളതൊക്കെ എനിക്ക് നിഷേധിച്ചപ്പോഴും ഞാൻ മാതാവിൻ്റെ മുമ്പിൽ അങ്ങനെ മുട്ടിപ്പേ നിൽക്കുക. ആ സമയത്ത് എൻ്റെ മനസ്സിൽ കൊന്തമില്ല അറിയില്ല, ബൈബിളുണ്ട്, ഒരു ചെറിയ ബൈബിളുണ്ട്. ബൈബിളും വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിൽ തോന്നിക്കുക കൃപാസനത്തിലേക്ക് ഒന്ന് പോകണമെന്ന്. പ്രൈസ് ദി ലോർഡ്. 2003 കൃപാസനത്തെക്കുറിച്ച് ആരോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃപാസനത്തിൽ പോകണമെന്ന് തോന്നി. എൻ്റെ കയ്യിൽ ബൈക്കുണ്ട്. അവിടെ നിന്ന് ഞാൻ എടുത്ത് എന്താ ഇങ്ങനെ മനസ്സിൽ തോന്നി, എന്തായാലും കൃപാസനയിൽ പോയിക്കാം, എന്തായാലും അവിടെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്, തിരിച്ചു പോയാൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ബൈക്ക് എടുത്തുകൊണ്ട് അന്വേഷിച്ച് വരെയാണ് ഈ തുറവൂർ വഴി വന്ന് ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ കുറച്ച് തിരക്കുണ്ട്. അന്ന് ഈ തിരക്കൊന്നുമില്ല, ലൈൻ നിൽക്കുകയാണ്. അപ്പോൾ ജോസഫ് അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല. ജോസഫ് അച്ഛൻ ഇവിടെ ഇരുന്ന് എല്ലാവരെയും ഇങ്ങനെ ബ്ലെസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് അച്ഛൻ എന്ന് പറഞ്ഞ് അച്ഛൻ്റെ ഈ ഉടുപ്പ്, ഇതിനെ കാവി കളർ ഉടുപ്പും ഞാൻ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ലൈൻ നീളമായതുകൊണ്ട് ഞാൻ ഇവിടെ ആരാധനയിൽ പോയിട്ട് ഇവിടെ ഇരുന്ന് മുട്ടിപ്പേ ഒന്ന് പ്രാർത്ഥിക്കുക, ബൈബിൾ വായിക്കുക. പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ ദൈവത്തോട് സംസാരിക്കുക. എനിക്ക് മര്യാദയ്ക്ക് സ്വർഗസ്നായ പിതാവ് അറിയില്ല, നന്മ നിറഞ്ഞ മറിയുമെന്നും അറിയില്ല. ഒരു പുസ്തകമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പറയുക, ഇതുപോലെ തന്നെ മനസ്സിൽ തോന്നി 25,000 രൂപ അച്ഛൻ്റെ കയ്യിലെടുത്ത് കൊടുക്കണമെന്ന്.
അന്ന് ഇവിടെ വലിയ ബുദ്ധിമുട്ടാണെന്ന് അച്ഛൻ പറഞ്ഞല്ലേ ഇന്ന് കുർബാനയ്ക്ക്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ എൻ്റെ ബാഗിൽ കാശുണ്ടായിരുന്നു. ഇന്ന് ബിസിനസ്സായതുകൊണ്ട് എപ്പോഴും ബാഗിൽ പൈസ ഉണ്ടാവും. അപ്പോൾ ഞാൻ അത് എടുത്ത് 25,000 രൂപ എണ്ണയും ഒരു വൈറ്റ് പേപ്പർ അത് ബാഗിൽ തന്നെ ഉണ്ടായി. അത് പൊതിഞ്ഞിട്ട് ഞാനും പുറത്ത് പോയി നിന്ന് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ അവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛോ ഞാൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിച്ച 25,000 രൂപ ഇവിടെ കൊടുക്കാൻ തോന്നിച്ച. പ്രൈസ് ദി ലോർഡ്. ഇത് അമ്മ പറഞ്ഞാൽ ഞാനവിടെ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കോ ആണ് അച്ഛൻ എന്നോട് പറഞ്ഞത്, ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞത്, ഇത് മാതാവ് തന്നെയാണ് നിന്നെ വിളിച്ചത് ഇങ്ങോട്ട്. പ്രൈസ് ദി ലോർഡ്. എന്താ കാര്യമെന്ന് വെച്ചാൽ അന്ന് ഞാൻ വന്ന ദിവസം 2002 മാതാവിനെ പ്രതിഷ്ഠിച്ച ദിവസം അവിടെ കൃപാസന മാതാവിനെ. അന്ന് ആദ്യത്തെ റാലിയാണ്, 1 കൊല്ലം തികയുക. പ്രൈസ് ദി ലോർഡ്. അന്ന് ഇവിടെ ആരോ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞവർ പ്രേക്ഷിതരൊക്കെ തിരിച്ചു പോകുമ്പോൾ വണ്ടിക്ക് പൈസ കൊടുക്കണം. അതിന് 25,000 രൂപയാണ്. അന്ന് സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞവരുടെ കയ്യിൽ പൈസ ആയിട്ടില്ല. ഇവിടെ കാലത്തെ 10 മണി തൊട്ട് ഇവിടെ മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 5-6 പേരുന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കുക 25,000 രൂപ കിട്ടാൻ വേണ്ടി. 2 മണിയാകുമ്പോഴത്തേക്കും വണ്ടിക്ക് പൈസ കൊടുത്തു വിടണം. പ്രൈസ് ദി ലോർഡ്. അമ്മ മാതാവാണ് അത്. മറവക്കാട് ഉള്ള എൻ്റെ ന്യായങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോൾ അമ്മ മാതാവ് ഇങ്ങോട്ട് വിളിച്ച് വർത്തി. ആ പ്രശ്നമൊന്നും അപ്പം തീർന്നൊന്നുമില്ല. പക്ഷേ പ്രശ്നം തീർന്നത് അവിടെ ഞാൻ പൈസയും കൊടുത്ത് അമ്മ മാതാവ് തന്നെ കൊടുപ്പിച്ച അന്നത്തെ 25,000 രൂപ എന്നെ കൊണ്ട് കൊടുപ്പിച്ച് പ്രശ്നം തീർന്ന ആ ആഴ്ച തന്നെ അച്ഛൻ ഈ പേപ്പർ എൻ്റെ കയ്യിൽ തന്നത്. ഇതെന്താണെന്നറിയോ? ഇത് എങ്ങനെയാണ് കൊന്ത ചൊല്ലണമെന്ന് പറഞ്ഞ് ഇത് അന്ന് തന്നതാണ്. 2003 ഇംഗ്ലീഷിൽ കൊന്ത ചൊല്ലാനുള്ള സ്ലിപ്പ് അച്ഛൻ തന്നതാണ്. ഇതെപ്പോഴും എൻ്റെ ബുക്കിലുണ്ടാവും. തിങ്കളാഴ്ച ഇതും ചൊല്ലണം, തിങ്കളാഴ്ചയും ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും എന്ന് പറഞ്ഞ് ഓരോന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുക. അതിൽ അന്ന് തന്നതാണ്. അതിലിരുന്നാണ് രക്ഷോട്ട് വന്നത്. പ്രൈസ് ദി ലോർഡ്. അന്ന് അമ്മയ്ക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു. ന്യായമായിട്ട് എനിക്ക് കിട്ടാനുള്ളതെല്ലാം നിഷേധിച്ച്, ഒരു കേസൊന്നുമില്ല, കള്ളക്കേസായിട്ട് 10-12 കേസാണ്. അതെല്ലാം എൻ്റെ ന്യായങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ട് അത് അമ്മയുടെ വിളിയായിരുന്നു. അതിവിടെ വിളിച്ച് അമ്മയ്ക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എന്നെക്കൊണ്ട് സംസാരിപ്പിച്ചുകൊണ്ടിരിക്കുക, കൗൺസിലിംഗ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അതായിരുന്നു അമ്മയുടെ. നമുക്ക് ന്യായങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അപ്പത്തെ കാര്യം നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നോക്കേണ്ടത് ഇത് ദൈവ വിളിയാണ്, ദൈവത്തിലേക്ക് തിരിച്ചു പോകണം. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ അമ്മയ്ക്കൊരു സ്വഭാവമുണ്ട്. അമ്മ നമ്മളെ സ്നേഹിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മളങ്ങോട്ട് സ്നേഹിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ചെറിയ പ്രശ്നങ്ങൾ പോലും അമ്മയ്ക്ക് വലിയ പ്രശ്നമാണ്. ചില കാര്യങ്ങൾ അമ്മ മറന്നു കളയും. നമ്മളാരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അത് അമ്മ മറന്നു കളയും. പ്രൈസ് ദി ലോർഡ്. അമ്മയ്ക്ക് അതൊരു സങ്കടമായിട്ട് ഇങ്ങനെ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് ഈ ഇടയ്ക്ക്, ഞാൻ പേരൊന്നും പറയണില്ല, ഈ ഇടയ്ക്ക് എനിക്കെതിരെ 10-12 കേസിട്ട ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനാണ്. അങ്ങേര് ഇവിടെ കൃപാസനത്തിൽ വന്നാൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അമ്മ മാതാവ് തിരിച്ച് ഇങ്ങോട്ട് അതിനെ വിളിച്ചുകൊണ്ട് വന്ന അങ്ങേർക്ക് എന്നെ അറിയില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവിടെ ശുശ്രൂഷ ചെയ്യാമെന്നൊന്നും അറിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് അമ്മ മാതാവ് ഇവിടെ തന്നെ വിളിച്ചുകൊണ്ട് വന്നെന്നുള്ളതാണ് എനിക്ക്. അപ്പോൾ അമ്മയ്ക്കൊരു കാര്യമുണ്ട്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് മകനെ. നമ്മളോട് എല്ലാവരോടും അമ്മ പറയുന്ന ഇതാ, നിൻ്റെ ഓരോ കണ്ണീരും ഓരോ സങ്കടങ്ങളും അമ്മ അറിഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് എപ്പോഴും ഒരു ബോധ്യം ഉണ്ടാകണം. അത് ഒരു കാരണവശാലും അത് നമ്മൾ മറന്നു പോകരുത്. നമുക്കൊരു പ്രശ്നം വരുമ്പോഴത്തേക്കും ആദ്യം സാത്താൻ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പ്രാർത്ഥന അങ്ങോട്ട് നിർത്തും. നമുക്കൊരു തെറ്റായ ബോധ്യം അങ്ങോട്ട് തരും, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് ഒരു കാര്യം
നമുക്കൊരു ടെസ്റ്റ് ഞാൻ തരാം, ഒരു ടിപ്സായിട്ട് തരാം. പലവരുടെ ജീവിതത്തിലും നമുക്ക് വരാനുള്ള അനുഗ്രഹങ്ങൾ തടസ്സപ്പെട്ട് നിൽക്കും. ഇങ്ങനെ അനുഗ്രഹങ്ങൾ തടസ്സപ്പെട്ട് നിൽക്കും. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ കാരണം, അതിന് ചില കാരണങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതൊന്ന് നിങ്ങൾ ക്രമീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാകും. ആ തടസ്സമൊക്കെ നീങ്ങി അനുഗ്രഹങ്ങൾ ഇങ്ങനെ ചൊറന്നു തുടങ്ങും, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. പ്രൈസ് ദി ലോർഡ്. ഇതാ ഇപ്പം കിട്ടാൻ പോണ എന്നൊക്കെ വിചാരിക്കും, പക്ഷെ കിട്ടില്ല. അതിങ്ങനെ തടസ്സമായിട്ട് ഇങ്ങനെ നിൽക്കുക. അതിൻ്റെ കാരണം എപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. ദൈവത്തിൻ്റെ മക്കളാണെന്ന് നമ്മൾ എപ്പോഴും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പനി വന്നാൽ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യണം? ഒന്ന് തൊട്ട് നോക്കുകയാണെങ്കിൽ തെർമോമീറ്റർ വെച്ച് നമ്മൾ നോക്കാറുണ്ട്. പനി ഉണ്ടായത് എത്രയാണ് ടെമ്പറേച്ചർ, 100 101 102 103 എന്ന് അതിലറിയും. അറിഞ്ഞു കഴിഞ്ഞാൽ പനി കൂടി, അപ്പോൾ ഇപ്പോൾ ടാബ്ലറ്റ് എടുക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മക്കളാണ്, ഞാനിപ്പോൾ പരിശുദ്ധാത്മാവ് വഴിയാണ് നയിക്കപ്പെടുന്നത്, ഇല്ല പിശാചാണ് എന്നെ നയിക്കുന്നത്, ഈ ലോകമാണ് എന്നെ നയിക്കുന്നത്. അതെപ്പോഴും മനസ്സിലാക്കണം. പിശാചാണെങ്കിൽ നമ്മളെ കുഴി ചാടിക്കും. പിശാച് വരുന്നത്, സാത്താൻ വരുന്നത് എപ്പോഴും നശിപ്പിക്കാനും കൊല്ലാനും നുണയനാണ്. യോഹന്നാൻ 10:10. പക്ഷെ പരിശുദ്ധാത്മാവാണെങ്കിൽ, ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ അവർ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടും. റോമ 8:14. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പരിശുദ്ധാത്മാവ് വഴിയാണ് നയിക്കപ്പെടുന്നത്, അത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുക? ഇപ്പം എന്നെ നയിക്കുന്നത് പിശാചാണ്, അല്ല ഇപ്പോൾ കുഴപ്പമില്ല. നമുക്ക് തിരിച്ച് പിശാചിൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ട് തിരിച്ച് ദൈവത്തിൻ്റെ ഇടത്തിലേക്ക് വരാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെടുന്നവർക്ക് ഒരിക്കലും ആരെയും വിധിക്കാൻ പറ്റില്ല, കുറ്റം പറയാൻ പറ്റില്ല ആരെയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ലൂക്ക 7:37, നീ ആരെയും വിധിക്കരുത്. പ്രൈസ് ദി ലോർഡ്. നീ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നീ വിധിക്കരുത്. അത് കാര്യം എന്താണെന്ന് വെച്ചാൽ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് സ്നേഹം. അതിൽ ഏറ്റവും വലിയ ഫലമാണ് സ്നേഹം. സ്നേഹം ആരെയും വിധിക്കാറില്ല, ആരെയും കുറ്റം സൂക്ഷിക്കില്ല. ഇറ്റ് വോണ്ട് കീപ് ദി റെക്കോർഡ്സ് ഓഫ് റോങ്. മറ്റുള്ളവരുടെ തെറ്റുകൾ സൂക്ഷിക്കില്ല അത്. പ്രൈസ് ദി ലോർഡ്. നീ മറ്റുള്ളവർ നിന്നോട് ചെയ്ത തെറ്റുകൾ നിനക്ക് എപ്പോഴും നീ ഓർത്തുകൊണ്ടിരിക്കുകയാണെന്നെങ്കിൽ നീ വിചാരിച്ചാൽ മതി പിശാചാണ് നിന്നെ നയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ബോധപൂർവം അത് മറന്നു കളയണം. അതെങ്ങനെയാണ് മറക്കുക? പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് മറക്കുക? അതേപോലെ നീ വിധിക്കുന്നുണ്ടെങ്കിൽ നീ തെറ്റാണ്, നീ ശരിയില്ല, നീ കൊള്ളൂല എന്നൊക്കെ നിനക്കങ്ങനെ വിധിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ, മറ്റുള്ളവരോട് ഒരാളോട് സംസാരിക്കാൻ ഒരവസരം കിട്ടിയ ഒരാളെക്കുറിച്ച് നീ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ വിചാരിച്ചോളൂ നിനക്ക് പനിയടിക്കുകയാണ്. പനിയടിക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നീ നയിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവ് വഴിയില്ല, പിശാചിൻ്റെ പിടിയിൽ നീ നിൻ്റെ കൈ കൊടുത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഒരാഴ്ചയെങ്കിലും ഒരു ഹോംവർക്ക് ചെയ്യുക. ഒരാഴ്ചയോ ഒരു മാസം. എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ ഒരാളെയും കുറ്റം പറയില്ല. എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ കുറ്റം പറയില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ പാപിനിയായ സ്ത്രീ, യോഹന്നാൻ 8:11 എല്ലാവരും കല്ലും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അവിടെ എല്ലാവരും കല്ല് എടുത്ത് ഇപ്പം എറിയും. ഈശോ അവിടെ നിൽക്കുക. ഈശോ നിൽക്കാൻ പറഞ്ഞിരിക്കുക. എല്ലാവരിക്കും അവൾ പാപിനിയാണെന്നാണ് അവരുടെ കണ്ണ് തോന്നുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഈശോയ്ക്ക് മാത്രം അവൾ പാപിനിയാണെന്ന് തോന്നിയില്ല. ഞാൻ നിന്നെ വിധിക്കില്ലെന്നാണ് ഈശോ പറഞ്ഞത്. കാര്യം എന്താ? ഈശോ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടുണ്ട്, നയിക്കപ്പെടുന്നുണ്ട്. മറ്റുള്ളവർ പിശാചിനാലും നയിക്കപ്പെട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്.
അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കുറ്റമായിട്ട് നമുക്ക് തോന്നില്ല. നമ്മൾ എപ്പോഴും ക്ഷമിക്കേണ്ടത് ഈശോ ക്ഷമിച്ച പോലെ തന്നെയാണ്. ഈശോയുടെ കണ്ണുകൊണ്ട് കാണണം. ഈശോയ്ക്ക് എപ്പോഴും ആരെന്ത് ഈശോനെ പിടിച്ച് ആണിക്കടിച്ച് കുരിശിൽ ധരിച്ചു കഴിഞ്ഞാലും ഈശോ ഒരിക്കലും പരാതി പറഞ്ഞില്ല, എന്നെ പിടിച്ച് ആണിക്കടിച്ച് ഞാൻ എന്താ തെറ്റ് ചെയ്തത്, ഇവന്മാരെല്ലാം പാവികളാ, നീയൊക്കെ അനുഭവിക്കുമെന്നൊന്നും ഈശോ പറഞ്ഞിട്ടില്ല. ഈശോ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടതുകൊണ്ട് ഈശോ പറഞ്ഞത് അവർ ചെയ്യുന്നത് എന്താണെന്ന് അവരറിയുന്നില്ല, അറിയാതെയല്ല ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. അവരറിഞ്ഞെങ്കിൽ അവരൊരിക്കലും ചെയ്യില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ പിശാചിൻ്റെ പിടിയിലാണെങ്കിൽ നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അത് തിരിച്ച് ദൈവത്തിലേക്ക് പരിശുദ്ധാത്മാവിലേക്ക് നമ്മളെ കൈ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയണമെന്ന് നിർത്തിക്കഴിഞ്ഞാൽ പിശാച് പിടിവിടും. പ്രൈസ് ദി ലോർഡ്. നിന്നോട് ചിലപ്പോൾ അവർ ദ്രോഹം ചെയ്തിട്ടുണ്ടാവും, നിന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും, നിന്നെ കുറച്ച് മോശം പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നീ പറയേണ്ടത് ഈശോ പറഞ്ഞത് എപ്പോഴും ഓർമ്മയുണ്ടാകണം, അവർ ചെയ്യുന്നത് എന്താണെന്ന് അവരറിഞ്ഞിട്ടില്ല. അറിഞ്ഞെങ്കിൽ അവരൊരിക്കലും ചെയ്യില്ല. അതുമാത്രമല്ല, അത് ഡിലീറ്റ് ചെയ്ത് കളയുക. ഈശോ ചെയ്തത് എന്താ ചെയ്തത്? ഈശോ ക്ഷമിക്കുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ പാവേ ചെയ്തിട്ടില്ലെന്നുള്ള രീതിയിലേക്ക് മൈൻഡ് അങ്ങോട്ട് മാറ്റുക. പ്രൈസ് ദി ലോർഡ്. ദൈവം ക്ഷമിക്കുമ്പോൾ, ക്ഷമിക്കാമെന്ന് പറഞ്ഞാൽ എന്താ? ക്ഷമിക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുത്തൻ നിന്നെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിക്കേണ്ടതെന്ന് വെച്ചാൽ അവനെ ക്ഷമിച്ചു കഴിഞ്ഞാൽ അവരെ അടിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ തന്നെ കൊണ്ടുപോകണം. അടിച്ചിട്ടില്ല, അത് നിങ്ങളെ കൊണ്ട് സാധിക്കും, അത് ശീലിക്കണം. പ്രൈസ് ദി ലോർഡ്. അവരടിച്ചിട്ടുണ്ടെങ്കിൽ അവരറിഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അവരറിഞ്ഞാൽ ചെയ്യില്ല അത് ഒരിക്കലും. ഞമ്മ അങ്ങോട്ട് വിധിക്കുക ചെയ്യണം. നീ അനുഭവിക്കും, നീ അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത്, ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അത് ഞമ്മ മാത്രമല്ല പറയണത്, ഒരു 10 പേരോട് ഞമ്മ പറയും. പ്രൈസ് ദി ലോർഡ്. അത് ഒരാളോട് പറയുമ്പോൾ ആക്ച്വൽ പറയും, രണ്ടാമത് പറയുമ്പോൾ കുറച്ച് കൂട്ടി പറയും, മൂന്നാമത് പറയുമ്പോൾ ഇല്ലാത്തതും ചേർത്ത് പറയും. പിന്നെ അതങ്ങോട്ട് കൂടി പോകും. പ്രൈസ് ദി ലോർഡ്. പിശാചിൻ്റെ പിടിയിൽ ഞമ്മ ശരിക്കും ഒതുങ്ങിക്കഴിയും. തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് ഈ ഒരു മാസത്തേക്ക് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് കുറേ അനുഗ്രഹങ്ങൾ ഇങ്ങോട്ട് വരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് പോകണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞത്, അനുഗ്രഹം തടസ്സപ്പെട്ട് നിൽക്കുന്നതിൻ്റെ ഒരു കാരണം നമ്മൾ പരിശുദ്ധാത്മാവ് വഴി നയിക്കപ്പെടുന്നില്ല. പിശാചാണെങ്കിൽ പറ്റിക്ക് ഇതാ ഇപ്പം കിട്ടും എന്ന് പറഞ്ഞ് പിശാച് അതെല്ലാം തടസ്സമാക്കി നിർത്തിയിട്ടേക്കും. കുറ്റം പറയുക, കുറ്റം കേൾക്കുക, കുറ്റം കേട്ട് കഴിഞ്ഞാൽ അതും പാവം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. വിധിക്കരുത്. മറ്റുള്ളവർ തെറ്റായിട്ട് വിധിച്ചു കഴിഞ്ഞാൽ അത് കേൾക്കുകയും ചെയ്യരുത്, കുറ്റം കേൾക്കുകയും ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ഈ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ തടസ്സപ്പെട്ട് നിൽക്കുന്നതിൻ്റെ കാരണം 1 പത്രോസ് 3-ാം അധ്യായം 9-10 പ്രൈസ് ദി ലോർഡ്. 9-10 ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ഒരിക്കലും തിന്മയ്ക്ക് തിന്മ ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. തിന്മയ്ക്ക് തിന്മ ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഈ ഒരു മാസത്തേക്ക് നിങ്ങൾ ശീലിച്ചു നോക്ക്. ഈ ഒരു മാസം മാത്രം. അത് നിങ്ങൾക്ക് നല്ല അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് തുടർന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഒരാൾ നിങ്ങളെക്കുറിച്ച് മോശം ചെയ്താൽ അത് നിങ്ങൾ തിരിച്ച് ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു മാസത്തേക്ക് എന്ത് വന്നാലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുക. ഇന്ന് കൃപാസനത്തിൽ ഇരുന്ന് പോകുമ്പോൾ ഇന്ന് ഈ നിമിഷം തൊട്ട് ഞാൻ ഒരാളെയും വിധിക്കില്ല, ഒരിക്കലും വിധിക്കില്ല. എന്ത് തന്നെ അവർ ചെയ്തോട്ടെ, ഞാൻ കുറ്റം പറയില്ല. പ്രൈസ് ദി ലോർഡ്. ഇനി അവർ അത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ തെറ്റിയിരിക്കുമെന്ന് വെച്ചാൽ കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ നിഷ്കളങ്കത ഞാൻ തെളിയിക്കേണ്ടതെന്ന് വെച്ചാൽ വേണ്ട. പ്രൈസ് ദി ലോർഡ്. വചനം അതൊന്നും പറഞ്ഞില്ല. നീ നിൻ്റെ നിഷ്കളങ്കത തെളിയിക്കാൻ വേണ്ടിയിട്ട് നീ കുറ്റം പറഞ്ഞോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. നീ കുറ്റം പറയരുത്. പ്രൈസ് ദി ലോർഡ്. ഒരാളെയും വിധിക്കരുത്. അതൊരു തീരുമാനം എടുക്കുക. ആ സ്വഭാവം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും കുറ്റം പറച്ചിലാണ്. ഭർത്താവിനെ, ഭാര്യയെ, മക്കളെ, അയൽക്കാരെ.
കാണുന്നവരൊക്കെ കുറ്റം പറച്ചില്ല. ഓഫീസിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി കുറ്റം പറച്ചില്ല. നിനക്ക് കിട്ടാനുള്ളതെല്ലാം തടസ്സപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഈ കുറ്റം പറഞ്ഞ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നിൻ്റെ വായിരുന്ന നെഗറ്റീവ്സേ വരൂ. പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും ശരിയാകാൻ പോണില്ല. എപ്പോഴും അത് തന്നെ വർത്താനം. ഇതൊന്നും ശരിയാകാൻ പോണില്ല. എൻ്റെ ജീവിതം പോയി കിടക്കുക, എനിക്കിനി രക്ഷയില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്കിനി രക്ഷയില്ല. നീ പഠിച്ചിട്ടൊന്നും ശരിയാകാൻ പോണില്ല, നീ ഗുണം പിടിക്കാൻ പോണില്ല. പ്രൈസ് ദി ലോർഡ്. മക്കളോട് പറയുക, നീ ഗുണം പിടിക്കാൻ പോകില്ല. എവിടെ ഗുണം പിടിക്കാനാ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്കൊന്നും ജോലിയും കിട്ടാൻ പോണില്ല. ഈ ജോലിയൊന്നും ശരിയാകില്ല. എവിടെ ശരിയാകാനാ ജോലി? പ്രൈസ് ദി ലോർഡ്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ പോസിറ്റീവ് സംസാരിക്കാമെന്ന് വെച്ചാൽ, അമ്മ മാതാവിനോട് ബോധ്യം ഉണ്ടെങ്കിൽ, ദൈവത്തോട് ബോധ്യം ഉണ്ടെങ്കിൽ, നമ്മൾ വിചാരിക്കാത്തതിൻ്റെ അപ്പുറം ദൈവത്തെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. എഫെസ്യർ 3:20 പറയുന്നത്, നീ ചോദിക്കണേക്കാളും കൂടുതൽ ദൈവത്തിന് ചെയ്യാൻ കഴിവുണ്ട്, നീ ചിന്തിക്കണേക്കാളും കൂടുതൽ ദൈവത്തിന് തരാൻ കഴിവുണ്ട്. അത് എപ്പോഴും പോസിറ്റീവായിരിക്കും. എൻ്റെ ജീവിതം പോയി, ഇനി രക്ഷയില്ല. ഇതൊക്കെ നമ്മളെ തന്നെ വിധിക്കുക അങ്ങോട്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ മക്കളെ തന്നെ നമ്മൾ വിധിക്കുക. ഈ മനുഷ്യനെ കൊണ്ട് ഒരു രക്ഷയില്ല, ഈ മനുഷ്യൻ നശിഞ്ഞ് എൻ്റെ ജീവിതം നശിപ്പിച്ച്. പ്രൈസ് ദി ലോർഡ്. സ്വന്തം ഭർത്താവിനെ കൊണ്ടാ കുറച്ചാ പറയണേ. നമ്മൾ തന്നെ നമ്മുടെ അനുഗ്രഹത്തിന് ഒരു തടസ്സം ഇട്ടുകൊണ്ട്, ദൈവമേ എനിക്ക് കിട്ടണില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കിയ. നമ്മൾ അങ്ങോട്ട് വലിയൊരു മതിൽ കെട്ടിയിട്ടിരിക്കുക, അതിലിരുന്ന് വീണുകൊണ്ടിരിക്കുക. അതിന് മതിലും കെട്ടിയിട്ടിട്ട് എവിടെ കിട്ടണില്ലല്ലോ എന്ന് പറഞ്ഞ് കയ്യും ഇട്ട് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എവിടെ നിന്ന് കിട്ടാനാ? പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹം തടസ്സപ്പെടുത്തിയാൽ നിങ്ങൾ പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ മക്കളാവും. ദൈവത്തിനുള്ളതൊക്കെ നിനക്കുള്ളതാ. ദൈവം പറഞ്ഞിരിക്കുക, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാ, നിനക്ക് ചോദിക്കണമൊക്കെ ലഭിക്കും. പക്ഷെ നീ അവിടെ ഒരു മതിൽ കെട്ടിയിട്ടിരിക്കുക, മുകളിൽ ഒരു കോൺക്രീറ്റ് വാർത്തിട്ടിരിക്കുക. എവിടെ ലഭിക്കാനാ നിനക്ക്? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും പോസിറ്റീവ് സംസാരിക്കുക. അത് ദൈവത്തെക്കുറിച്ച് ഒരു ബോധ്യം ഉണ്ടെങ്കിൽ ഒരിക്കലും നെഗറ്റീവ് നിങ്ങൾ സംസാരിക്കില്ല. കിട്ടില്ല, ഇത് എനിക്ക് നടക്കാൻ പോണില്ല, ഇത് കിട്ടില്ല, എൻ്റെ ജീവിതം പോയി. ഞാൻ ഈ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ്, പ്രൈസ് ദി ലോർഡ്, അന്ന് വലിയ ബുദ്ധിമുട്ടില്ല. നല്ല വീടൊന്നുമില്ല. അച്ഛൻ ആർമിയിലായിരുന്നു. കുറേ പൈസയൊക്കെ വന്ന് കച്ചവടം ചെയ്യണമെന്ന് പറഞ്ഞ് എല്ലാം പോയി. ഒരു ആസ്പെറ്റോസ് ഇട്ട ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസിക്കണം. ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട്, സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. പാണ്ടിക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മുറിയുണ്ട്, അടുക്കളയുണ്ട്. അമ്മയുടെ തറവാട്ടിൽ അത്രയും ദിവസം താമസിച്ചു. അവിടെ നിന്ന് വന്നപ്പോഴത്തേക്കും ആദ്യമായിട്ടാണ് പുറത്ത് താമസിക്കുന്ന. മഴക്കാലത്ത് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ നോക്കുന്ന. അച്ഛൻ ആർമിയിലായതുകൊണ്ട് ഡൽഹിയിലാണ് പഠിച്ചതൊക്കെ. അപ്പോൾ അവിടെ ആർമി ക്വാർട്ടേഴ്സ്, അതൊക്കെ നല്ല ക്വാർട്ടേഴ്സാണ്. അതൊന്നും അറിഞ്ഞില്ല. ഇവിടെ വരുമ്പോഴത്തേക്കും മഴക്കാലത്ത് വെള്ളം നിൽക്കുന്ന ആദ്യമായിട്ടാണ് കാണുക. വീടിൻ്റെ അകത്ത് വെള്ളം കയറി, ഒറ്റ കട്ടിലേ ഉള്ളൂ. ഞങ്ങൾ 2 പേര് താഴെയും 2 പേര് മുകളിലെ കട്ടിലാണ് കിടക്കണം. അങ്ങനെയാണ് വീട്ടിൽ കിടന്നുകൊണ്ടിരുന്നത്. ഒരു ചെറിയ ആസ്പെറ്റോസ് ഇട്ട ഒരു വീടാണ്. അപ്പോൾ അവിടെ വെള്ളം കയറിയിട്ട് കട്ടിലിൻ്റെ പൊക്കം വരെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 4 പേരും, ഞാൻ, അമ്മയും അച്ഛനും അനിയത്തിയും 4 പേരും കട്ടിലേ കയറി ഇരുന്നുകൊണ്ട് കാല് താഴെ വെച്ചാൽ പാമ്പുണ്ടാവുമെന്ന് പേടിച്ചിട്ട് മുകളിൽ ഇങ്ങനെ വെച്ച് ഇരിക്കുക. രാത്രിയാണ്, ഒരു 12-1 മണി ഉണ്ടാവും. ആ സമയത്ത് ഇത് മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുക അമ്മ. അവിടെ മാതാവിൻ്റെ ഒരു ചെറിയ പടം ഞാൻ വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിലേക്ക് നോക്കി ഉറങ്ങാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് ഉറങ്ങുക? ആദ്യത്തെ അനുഭവം ഇതുപോലെ. അവിടെ വെച്ച് ഞാൻ അമ്മയോട് ചോദിച്ചാൽ, ഈ ദുരിതത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇതെന്താ ഇങ്ങനെ, എൻ്റെ ജീവിതം പോയല്ലോ എന്നൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ പരിശുദ്ധാത്മാവ് വഴി നയിക്കപ്പെടുമ്പോൾ മാതാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ മാതാവ് ബാക്കിയുള്ള ഹെൽപ്പൊക്കെ ചെയ്തോളൂ. നിങ്ങൾ അറിയാതെ മാതാവിനെ വിട്ട് നിൽക്കരുത് കേട്ടോ, ഒരു കാരണവശാലും. എല്ലാ കാര്യവും അമ്മയോട് ഡിസ്കസ് ചെയ്യണം. എല്ലാ കാര്യവും അത് പോസിറ്റീവായിരിക്കണം. അമ്മയെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവണം. അന്ന് എനിക്കെന്തോ അമ്മയെ കാണുമ്പോൾ സ്വന്തം അമ്മയെ കാണുന്ന പോലെയാണ്. സ്വന്തം അമ്മയോട് പറയാൻ പറ്റാത്തതെല്ലാം അമ്മയോട് ഞാൻ പറയുമായിരുന്നു. അതൊരു ശീലമാക്കണം. അതിന്നും അങ്ങനെയാണ്. ചില സമയത്ത് പ്രാർത്ഥിക്കാനൊന്നും പറ്റില്ല. ദിവസവും കുർബാനയ്ക്ക് പോകും. അങ്ങനെ വലിയ പ്രാർത്ഥന, ഫുൾ ടൈം ഞാൻ പ്രാർത്ഥനയുടെ ആളൊന്നുമില്ല, ബിസിനസ്സാണ്. പക്ഷെ അമ്മയോട് പറയാൻ എനിക്ക് പറ്റും. പ്രൈസ് ദി ലോർഡ്. ഒരു സങ്കടം വരുമ്പോൾ
കാര്യം വരുമ്പോൾ ഇതെന്താ ഇങ്ങനെ, കുഴപ്പമില്ല അല്ലേ, പ്രൈസ് ദി ലോർഡ്, വിട്ടേക്കാം അല്ലേ എന്ന് തോന്നും. ചിലവർ ദ്രോഹിക്കും, ചിലവർ പറ്റിക്കും. അപ്പോൾ ആരെങ്കിലും ഒരാൾ കൺസേൺ തന്നെ, ഇപ്പം അമ്മയല്ല, എൻ്റെ സ്വന്തം അമ്മ പണ്ടുണ്ടായിരുന്നപ്പോൾ അമ്മയോട് പോയി പറയും, അമ്മ പറയും സാരമില്ലടാ വിട്ടേക്കെന്ന് പറയുമ്പോൾ ഒരു സമാധാനമാണ്. അപ്പോൾ ഇപ്പോഴും ഇങ്ങനെ എന്നെ പറഞ്ഞല്ലോ, ഇങ്ങനെ ആക്കിയല്ലോ, ഇതുപോലെ നടന്നല്ലോ, കുഴപ്പമില്ല അല്ലേ, കുഴപ്പമില്ല അല്ലേ, ഓക്കെ, അങ്ങനെ ഒന്ന് ശീലിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇത് അന്ന് ചെറുപ്പം തൊട്ടേ പഠിച്ചു വന്നാൽ ഇത് നിങ്ങൾ ചെയ്തു നോക്ക്. നിങ്ങൾക്ക് വിഷമിക്കുന്ന കാര്യം, ഭർത്താവ് വെള്ളമടിച്ച് മദ്യപിച്ചു വന്ന്, അമ്മേ കുഴപ്പമില്ല അല്ലേ, നീയല്ലേ നീ തന്ന ഭർത്താവ് നന്മയ്ക്കായിരിക്കും, കുഴപ്പമില്ല, നീ ഒന്നും പറയില്ല കേട്ടോ, പ്രൈസ് ദി ലോർഡ്, ഞാൻ സങ്കടപ്പെടില്ല കേട്ടോ, നീ ഉണ്ട്, നിനക്കിഷ്ടമുള്ളത് നീ ചെയ്യും, പ്രൈസ് ദി ലോർഡ്. ഇന്ന് ചിലവിന് കാശില്ല, നാളെയും ചിലവിന് കാശില്ല കേട്ടോ, നിനക്കറിയാമല്ലോ അമ്മ, നാളെയും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, അത് ഉപവാസമായിട്ട് നീ കരുതിയാൽ മതി. നിനക്കറിയാം എൻ്റെ വീട്ടിൽ ഭക്ഷണമില്ല, പൈസയുടെ കുറവുണ്ടെന്ന് നിനക്കറിയാം, പ്രൈസ് ദി ലോർഡ്. അമ്മയോട് ഇത് പറയണം. ഞാൻ അന്ന് അമ്മയോട് പറഞ്ഞ, അമ്മ എന്തിനാ ഇങ്ങനത്തെ ഒരു വീട് തന്ന, എന്തിനാ ഈ അവസ്ഥയെന്നൊന്നും പറഞ്ഞില്ല. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് അമ്മയോട് പറഞ്ഞ, അമ്മ എനിക്കൊരു വീട് വേണം കേട്ടോ, നല്ല വീട് വേണേ. ഇത് തന്നെ ഞാൻ പറഞ്ഞ, നല്ല വീട് വേണം. എന്നിട്ട് അതിൻ്റെ കൂടെ പറഞ്ഞത്, ഞാൻ കോളേജിൽ പഠിച്ച് വരുമ്പോഴത്തേക്കും അവിടെ കൊച്ചിയിലെ ഏറ്റവും വലിയ നല്ല വീടുണ്ട് അവിടെ, ഒരു വീട് ഇപ്പോഴും സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ളതായിട്ട് അവിടെ ഷൂട്ടിങ്ങൊക്കെ നടക്കും. ഷൂട്ടിംഗ് നടക്കുന്ന വീടാണ്. ഒരു പ്രാവശ്യം ഷൂട്ടിംഗ് കാണാൻ പോയിട്ടുണ്ട്, റോഡ് സൈഡിൽ തന്നെ ഉണ്ട്, കോപ്പാട ജംഗ്ഷൻ. ഞാൻ പറഞ്ഞ അതുപോലത്തെ വീട് എനിക്ക് തന്നെ കേട്ടോ, പ്രൈസ് ദി ലോർഡ്. അത് പറയാൻ പറ്റണമെങ്കിൽ സ്വന്തം മക്കളാകണം. മക്കൾ മാത്രമേ അമ്മയോട് അച്ഛനോട് എന്തും ചോദിക്കാൻ പറ്റൂ. അടുത്ത വീട്ടിലെ മക്കൾ വന്നിട്ട് നമ്മളോട് ചോദിക്കില്ല ഒരിക്കലും, നമ്മളെ മക്കൾ നമ്മളോട് ചോദിക്കും, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ ഒരു ബോധ്യം ഉണ്ടാകണം. ഏത് അവസ്ഥയിലാണ് ചോദിച്ചത്, ഒരു കുടിൽ പോലും സ്വന്തമായിട്ടില്ല, ഉള്ളതിലും വെള്ളം കയറി, അത് വാടക വീട്ടിലാണ്, അത് വെള്ളം കയറി ഇങ്ങനെ നിൽക്കുക, അത് രാത്രി നേരത്താണ് ചോദിച്ചത്, പ്രൈസ് ദി ലോർഡ്. അമ്മയ്ക്ക് എപ്പോഴും ഒരു സ്വഭാവമുണ്ട്, നമ്മൾ ചോദിക്കണതിൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹമുണ്ടെങ്കിൽ, പ്രാർത്ഥന അതുണ്ടെങ്കിൽ അമ്മ അത് എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കും. ലൂക്ക 2:52 അമ്മയ്ക്ക് എപ്പോഴും ഒരു സ്വഭാവമുണ്ട്, അമ്മയോട് എന്ത് പറഞ്ഞാലും അമ്മ അത് ഹൃദയത്തിൽ സൂക്ഷിക്കും, പ്രൈസ് ദി ലോർഡ്. 8 കൊല്ലം കഴിഞ്ഞിട്ട് എനിക്ക് ആ വീട് തന്നെ അമ്മ തന്ന്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിച്ച വീട് എനിക്ക് 8 കൊല്ലം കഴിഞ്ഞിട്ടാണ് തന്നത്. പക്ഷേ ആ വീടൊന്നും ഒരിക്കലും, അത് ഏറ്റവും വലിയ ആൾക്കാരുടെ വീടാണ്, അവരുടെ തറവാടാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരാണ് അവരൊക്കെ കൊച്ചിയിലെ. അവർക്കൊന്നും ആ വീട് വിൽക്കേണ്ടിയ ആവശ്യം പോലും വരില്ല, പ്ലീസ് ദി ലോർഡ്. അവർ ആലോചിക്കുക പോലുമില്ല. പക്ഷെ അമ്മ എനിക്ക് വേണ്ടി, ഞാൻ അന്ന് ചോദിച്ചതല്ലേ, എൻ്റെ മകൻ ചോദിച്ചതല്ലേ, അപ്പോൾ നിങ്ങളും ചോദിക്കുമ്പോൾ എൻ്റെ മകൾ ചോദിച്ചതല്ലേ, അവൾ വിഷമിക്കല്ലേ, എന്നോടല്ലേ ചോദിച്ചത്. അങ്ങനെ ഒരു സാഹചര്യം അവർക്ക് ഉണ്ടാക്കി തന്ന ആ സമയത്ത് അവർക്ക് വീട് വിൽക്കേണ്ട ആവശ്യം വന്നു. അവരൊന്നും ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല, ഇവരൊക്കെ വീട് വിൽക്കുക, തറവാട് വിൽക്കുവാന്ന്. അത് വിൽക്കാനിടയായി. അത് എന്നെ തന്നെ അമ്മ അവിടെ കൊണ്ടുപോയി എനിക്ക് എന്നെ വാങ്ങിച്ചും തന്നത്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതാണ് നമ്മളമ്മ, പ്രൈസ് ദി ലോർഡ്. അത് അമ്മയോട് അതുപോലത്തെ ഒരു, നമ്മൾ തമ്മിൽ ഒരു ധാരണ ഉണ്ടാകണം. അമ്മയോട് ഒരു ധാരണ ഉണ്ടാകണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് മെത്തേഡ് കുറേയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത്, വചനം മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും ചെറിയൊരു ബൈബിൾ ഉണ്ടായി, അതിൽ പറയുന്ന കാര്യം പറ്റുന്ന അത്രയും അനുസരിക്കാൻ നോക്കും, പ്രൈസ് ദി ലോർഡ്. നുണ പറയരുതെന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു ദിവസമെങ്കിലും ഓർമ്മയുള്ള ദിവസം വരെയെങ്കിലും നുണ പറയാതിരിക്കും. വചനം പറഞ്ഞിരിക്കുക, നുണ പറയരുതെന്ന് ഒരു വചനം വായിച്ചു കഴിഞ്ഞാൽ അത് നുണ പറയാതെ, പ്രൈസ് ദി ലോർഡ്, നുണ പറയാതെങ്കിലും ഇരിക്കും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ഒന്ന് ശീലിക്കണം. അപ്പോൾ നുണ പറയില്ലെന്ന് വായിച്ചു കഴിഞ്ഞാൽ നുണ പറയില്ല. സന്തോഷമായിട്ടിരിക്കുന്നു പറഞ്ഞാൽ എന്തെങ്കിലും സങ്കടം വന്നു കഴിഞ്ഞാൽ, വചനം 1 തെസ്സലോനിക്ക 5, 16, 17, 18 എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നു പറഞ്ഞാൽ എന്ത് സങ്കടം വന്നാലും സന്തോഷമായിട്ടിരിക്കുക. എങ്ങനെയാണ് സന്തോഷമായിട്ടിരിക്കുക? എൻ്റെ കൂടെ ഈശോ ഉണ്ട്, പ്രൈസ് ദി ലോർഡ്. 100 രൂപ പോയാലും എൻ്റെ കയ്യിൽ 1 കോടി രൂപയുണ്ട്, പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്ത് നിങ്ങൾക്ക് ഏറ്റവും വലിയ സങ്കടം എന്ന് പറയണത് അത് വെറും 5 പൈസയാണ് ഈശോന്
അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഫിലിപ്പിയർ 3:8 ഈ ലോകത്തിൽ സകലതും നീ നഷ്ടമായിട്ട് കരുതാനും ഈശോനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും. പ്രൈസ് ദി ലോർഡ്. ഈശോ 1000 കോടി രൂപയാണെങ്കിൽ നിനക്ക് ഈ ലോകത്തിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ നഷ്ടം 5 പൈസയാണ്. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ബോധ്യം നിനക്കുണ്ടാകണം. പിന്നെ ഞാൻ ഇത് സമയമായി ഒരു കാര്യം കൂടി പറഞ്ഞ് നിർത്താം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ ആരെയും വിധിക്കരുത് എന്ന് തീരുമാനിക്കുക. ഈ ഒരു മാസം ഒരാളെയും കുറ്റം പറയില്ല, കുറ്റം കേൾക്കില്ല. പിന്നെ ഒരാളെയും അത് 1 പത്രോസ് 3-ാം അധ്യായം 9-10 ഒരിക്കലും നിന്ദിക്കില്ല, അപമാനിക്കില്ല. അപമാനത്തിൻ്റെ വാക്ക് ഒരാളോടും ഞാൻ പറയില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ അസഭ്യം പറയില്ല, ചീത്ത വാക്ക് വാഗുകൊണ്ട് ഒരാളെയും ഞാൻ പറയില്ല. ഈ ഒരു മാസം നിങ്ങൾ നോക്ക്. പ്രൈസ് ദി ലോർഡ്. എവിടെ ഇരുന്ന് അനുഗ്രഹം എന്ന് നിങ്ങൾ നോക്കിക്കോ. അസഭ്യ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോലും നാണം തോന്നും. അതുപോലത്തെ വാക്കുകളാണ് വായിരുന്ന് പിശാച് കൊണ്ടുവരുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് നിങ്ങൾ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ, അത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിധിക്കരുത്. പോയിൻ്റ് എഴുതിക്കോ, വിധിക്കരുത്. പിന്നെ ഒരാൾ തിന്മ ചെയ്താൽ അതിന് പകരം വീട്ടാമെന്ന് പറഞ്ഞ് നോക്കണ്ട. ഞാൻ പറഞ്ഞല്ലേ, ഏറ്റവും വലിയ ഉദ്യോഗസ്ഥന് ഞാൻ ഒന്നും അവിടെ പോയി നിൽക്കാൻ, മുമ്പിൽ പോലും നിൽക്കാൻ കഴിവില്ലാത്തവരാ. എല്ലാ പ്രശ്നവും കൊടുത്ത് അങ്ങേരെ രക്ഷയ്ക്ക് വേണ്ടി ഇവിടെ വരേണ്ടി വന്നു. അമ്മ മാതാവ് ഇവിടെ കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. കൃപാസനത്തേക്ക്. അതാണ് അമ്മ. അമ്മ കൂടെ ഉള്ളപ്പോൾ എന്തിനാ പേടിക്കണം? ഒരിക്കലും ആരെയും നിന്ദിക്കരുത്. പിന്നെ അസഭ്യം പറയരുത്. ഒരു കാരണവശാലും ഒരാളെ ചീത്ത വാക്ക് വിളിക്കരുത്. എന്തുകൊണ്ടെന്നാൽ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത് അനുഗ്രഹിക്കപ്പെടാനാണ്. പ്രൈസ് ദി ലോർഡ്. നീ അനുഗ്രഹിക്കുക. നിൻ്റെ മക്കൾ പഠിച്ചില്ലെങ്കിൽ മക്കളെ അനുഗ്രഹിക്കുക. ഭർത്താവ് മദ്യപാനം നിർത്തിയില്ലെങ്കിൽ അനുഗ്രഹിക്കുക. അത് മനസ്സുകൊണ്ട് അനുഗ്രഹിക്കണം. നിന്നെ ദ്രോഹിക്കുന്നവരെ നീ അനുഗ്രഹിക്കുക. റോമ 12:14 അനുഗ്രഹിക്കുക. അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ദേഷ്യത്തിലില്ല, നീ നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞില്ല. മനസ്സുകൊണ്ട് അനുഗ്രഹിക്കണം. നിന്നെ ദൈവം അനുഗ്രഹിക്കും. മകനെ, നിന്നെ ദൈവം അനുഗ്രഹിക്കും. നീ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നീ നല്ല മാർക്ക് വാങ്ങിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മദ്യവെച്ചാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ശരീരത്തിന് ഒരു കുറവുണ്ടാകില്ല. എൻ്റെ ദൈവത്തിലേക്ക് ഞാൻ സമർപ്പിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് നല്ല ജോലിയും കിട്ടും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അനുഗ്രഹിക്കുക, അനുഗ്രഹിക്കുക. ആരനുഗ്രഹിക്കുമോ അവർക്ക് അനുഗ്രഹം ലഭിക്കും. ശപിക്കുന്നവർക്ക് ശാപം മാത്രമേ കിട്ടുള്ളൂ. അത് സങ്കീർത്തനം 109:17. ഒരിക്കലും ശപിക്കരുത്, നെഗറ്റീവ് വാക്ക് പറയരുത്. എൻ്റെ ജീവിതം പോയി, എൻ്റെ ജീവിതം പോയി, ഇങ്ങനെ. അതേപോലെ ചീത്ത വിളിക്കരുത്. ഒരു കാരണവശാലും അത് ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കുക. നിനക്ക് പറ്റുന്നത്രയും അനുഗ്രഹിക്കുക. കാണുന്നവരെല്ലാം അനുഗ്രഹിക്കുക. നിന്നെ ദ്രോഹിക്കുന്നവരെല്ലാം അനുഗ്രഹിക്കുക. പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുക. ഞാൻ നിന്നെ അനുഗ്രഹിക്കുക. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, നിന്നെ അനുഗ്രഹിക്കട്ടെ, നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈ ജോലി അനുഗ്രഹിക്കട്ടെ. എൻ്റെ ശരീരവേദനയെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഈ അവസ്ഥയെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇത് ഈ ഒരു മാസം നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ. ചെയ്യണം. ചെയ്തു നോക്കാമെന്ന് പറഞ്ഞിട്ട് വിട്ടുകളയരുത്. അവിടെ ഒന്ന് പോകുമ്പോഴത്തേക്കും 1 മണിക്കൂർ ചിലപ്പോൾ പിടിച്ചിരിക്കുമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയില്ല. ഒരു മാസത്തേക്ക് ഞാൻ എന്തായാലും ഇതൊന്ന് എടുത്തിരിക്കുക. ഇതിലെന്ത് നഷ്ടം വന്നാലും ഇതുപോലെ തന്നെ ഞാൻ ചെയ്യാം. ഒളിഞ്ഞിരിക്കുന്ന അനുഗ്രഹം താഴെ വരും. ആ കോൺക്രീറ്റ് പൊട്ടും, അതിൻ്റെ മുകളിലുള്ളതെല്ലാം താഴെ വീഴും നിങ്ങളുടെ കയ്യിലേക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.